ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഗാന്ധി സ്മരണകളെ ആയുധമാക്കാമെന്ന മുദ്രാവാക്യമുയർത്തി AYF രക്തസാക്ഷ്യം പരിപാടി സംഘടിപ്പിച്ചു. കറ്റാനം ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത്. സമത്വം ഉറപ്പുവരുത്തുമെന്നും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുമെന്ന് ദൃഢനിശ്ചയം ചെയ്യുന്നു. രാജ്യത്തെ ഭരണഘടനയെ തകർക്കുവാനും മതനിരപേക്ഷത ഇല്ലാതാക്കുവാനുമുള്ള നീക്കം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും സ്വന്തം ജീവൻ കൊടുത്തും അത്തരം നീക്കത്തെ ഇല്ലായ്മ ചെയ്യുമെന്നും മരണം വരെയും ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമായി സംരക്ഷിക്കുമെന്നും AYFന്റെ നേതൃത്വത്തിലാണ് രക്തസാക്ഷ്യം പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഗാന്ധി സ്മരണകളെ ആയുധമാക്കാം എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു പരിപാടി. ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ സെക്രട്ടറി സനൂപ് കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്തു. ആ സഹന സമരത്തിന്റെയും അഹിംസാ മാർഗത്തിന്റെയും പാത പിന്തുടർന്നാണ് 947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ രാജ്യം നാം എല്ലാം കൊതിച്ചതുപോലെ സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. ആ ഇന്ത്യ രാജ്യത്തിന് ബ്രിട്ടൻ സ്വാതന്ത്ര്യം നൽകി നാം അത് വാങ്ങിയെടുത്തു. എന്നാൽ പ്രിയമുള്ളവരെ, ഓഗസ്റ്റ് കഴിഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 30 5 മാസം പോലും ഈ ഇത്രയും സഹന സമരമെടുത്ത് ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നേടിയ മഹാത്മാഗാന്ധി എന്ന ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവിന് 5 മാസമേ ഈ രാജ്യത്ത് പിന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ താമസിക്കാൻ കഴിഞ്ഞുള്ളൂ. ആദർശ ശിവൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് N ശ്രീകുമാർ വിഷയം അവതരിപ്പിച്ചു. P അജിത് കുമാർ, K സുകുമാരൻ, റഹീം കൊപ്പാറ, SNL കുമാർ, നൈനാൻ ജോർജ്, TK ബിജു, അഞ്ജലി AR, മണി വിശ്വനാഥ, അനിത രാജേന്ദ്രൻ, സോമലത, SN രാകേഷ്, ആകാശ് ഉണ്ണിത്താൻ, അനുപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കറ്റാനം.